നമസ്കാരം. കൊല്ലത്തിപ്പോൾ ഒരു പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പൂക്കളത്തിൽ എഴുതിയതിൻ്റെ പേരിൽ പോലീസ് കേസെടുക്കുകയും അത് വലിയ വിവാദമാവുകയൊക്കെ ചെയ്തിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ക്ഷേത്രം ഭാരവാഹികളായ കമ്മിറ്റിയും ഭാരവാഹികളൊക്കെ പറയുന്നത് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് എഴുതിയതുകൊണ്ടല്ല, മറിച്ച് അവിടെ കാവിക്കൊടിയും അതുപോലെ തന്നെ ശിവജിയുടെ ഫോട്ടോയൊക്കെ വെച്ചുകൊണ്ടാണ് അത് സാമൂഹ്യ സ്പർദ്ധയുണ്ടാക്കും അല്ലെങ്കിൽ അവിടെ കലാപം ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ ക്ഷേത്ര ഭാരവാഹികളായ കമ്മിറ്റി ഭാരവാഹികളൊക്കെ അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. അതുപോലെ പോലീസും അതുപോലെയാണ് പറയുന്നതെന്നാണ് പറഞ്ഞത്. അപ്പം എനിക്ക് ചോദിക്കാനുള്ളത്, ഈ കാവിക്കൊടി എന്ന് പറയുന്നത് ഇപ്പം പാർത്ഥസാരഥി ക്ഷേത്രമാകുമ്പോൾ തീർച്ചയായിട്ടും ഒരു കാവിക്കൊടി അവിടെ വേണ്ടേ? അവിടെ പിന്നെ വേറെ ഏത് കൊടിയാണ് അവിടെ പ്രതീക്ഷിക്കാൻ പറ്റിയത്? കാരണം ഈ അർജുനനും ശ്രീകൃഷ്ണനും പോയ ആ തേരിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്ന ധ്വജം കാവിയായിരുന്നു എന്നാണ് സങ്കല്പം. ആ കാവിക്കൊടി തന്നെയായിരുന്നു. അപ്പം തീർച്ചയായിട്ടും ആ ക്ഷേത്രത്തിൽ ഉപയോഗിക്കേണ്ടത് കാവിക്കൊടി തന്നെയല്ലേ? CPM-കാർ മുമ്പ് പോയിട്ട് അന്ന് അർജുനൻ്റെയും ശ്രീകൃഷ്ണൻ്റെയും തേരിൻ്റെ മുകളിൽ ഒരു അരിവാൾ ചുറ്റിയുടെ ഒരു ചിഹ്നമൊക്കെ ഉള്ള ഒരു ചെങ്കൊടി അവിടെ വെച്ചിരുന്നെങ്കിൽ ഓക്കെ, സംഭവം ശരി. ഇപ്പോഴും ആ കൊടിയായിരിക്കും അവിടെ ഉപയോഗിക്കേണ്ടി വരുന്നത്. അതല്ലാതെ കാവിക്കൊടി തന്നെയാണ് ശരിക്കും അവിടെ ഉപയോഗിക്കേണ്ടത്. പിന്നെ അതിനെ എതിർക്കുന്നതിൻ്റെ അർത്ഥം, അതിൻ്റെ ഉദ്ദേശം എന്താണെന്നാണ് മനസ്സിലാക്കാത്തത്. അതുപോലെ തന്നെ ഛത്രപതി ശിവജി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവിടെ ആ ഒരു ഫോട്ടോ അവിടെ വന്നാൽ ഏത് രീതിയിലാണ് ഇപ്പോൾ അതൊരു സാമുദായിക സ്പർദ്ധ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഒരു കലാപമൊക്കെ ഉണ്ടാക്കുന്നത് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല. കാരണം ഈ ശിവജിയുടെ ഫോട്ടോ വെക്കുന്നത് ഒരു മുസ്ലിം പള്ളിയിലോ ഒരു ക്രിസ്ത്യൻ ദേവാലയത്തിലോ ഒന്നുമല്ല, ഒരു ക്ഷേത്രത്തിലാണ്. ഈ ശിവജി എന്ന് പറഞ്ഞാൽ ഛത്രപതി ശിവജിയെക്കുറിച്ച് ഈ ക്ഷേത്ര കമ്മിറ്റിക്കാർക്ക് ഒന്നും അറിയാത്തൊന്നുമല്ലല്ലോ. അദ്ദേഹം ശരിക്കും ഹൈന്ദവ സംസ്കാരത്തിനും ഹൈന്ദവ വിശ്വാസങ്ങൾക്കൊക്കെ വേണ്ടി ഒരുപാട് ത്യാഗങ്ങളൊക്കെ സഹിച്ച് നമ്മളെ സംസ്കാരത്തെ പറ്റുന്നത്രയും ഉയർത്തിപ്പിടിച്ചൊരു മഹാനായ വ്യക്തിയാണ് ഛത്രപതി ശിവജി. അതറിയാത്തവരൊന്നുമല്ല ഈ ഇപ്പോൾ ക്ഷേത്രം ഭാരവാഹികളായിട്ടുള്ളവർ. അപ്പോൾ അവർ മനഃപൂർവ്വം അതിനെ അവിടെ നിന്ന് ഒഴിവാക്കണം. അതുപോലെ തന്നെ കാവിക്കൊടി ഒഴിവാക്കണം. പിന്നെ എന്ത് കുന്താണ് ഇവർ അവിടെ വെക്കാൻ ഉദ്ദേശിക്കുന്നത്? CPM-ൻ്റെ കൊടിയോ അതോ കോൺഗ്രസിൻ്റെ കൊടിയോ? ഇനി ഛത്രപതിയുടെ സ്ഥാനത്തിന് ഇപ്പോൾ ചെഗുവേര എഴുതുമോ? അതല്ലാന്നുണ്ടെങ്കിൽ വല്ല കാർൽ മാർക്സിൻ്റെയോ അല്ലെങ്കിൽ മറ്റേ കോൺഗ്രസ് നേതാക്കളുടെയൊക്കെ ഫോട്ടോയാണ് അവിടെ വെക്കാൻ ഇവർ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷേത്രം ഭാരവാഹി ആ പട്ടികയിൽ നിന്ന്, അതായത് ഭാരവാഹി എന്ന സ്ഥാനത്ത് നിന്ന് നിങ്ങൾ പണ്ടേ നീക്കേണ്ട സമയം കഴിഞ്ഞു. കാരണം ക്ഷേത്രം വിശ്വാസങ്ങളും ആചാരങ്ങളും സംരക്ഷിക്കാൻ താല്പര്യമില്ലാത്ത മറ്റേതെങ്കിലും ഒരു അജണ്ടയിൽ പ്രവർത്തിക്കുന്ന ഒരാൾ ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹിയായിരിക്കുന്നതിന് യാതൊരു യോഗ്യതയില്ലാത്തവരാണ്. അപ്പോൾ അത് വിവാദമാകും. ഓപ്പറേഷൻ സിന്ദൂർ എന്ന് എഴുതിയതൊക്കെ പ്രശ്നമാകും എന്ന് തോന്നിയപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് എഴുതിയതല്ല ഈ വിഷയത്തിന് കാരണം എന്ന് പോലീസ് ഭാഷ്യം ഒക്കെ ഇപ്പം എല്ലാവരും വിശ്വസിക്കണം എന്നാണ് ഇപ്പോൾ ഇവർ പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഓപ്പറേഷൻ സിന്ദൂർ എഴുതിയതല്ല ഇതിൻ്റെ പിന്നിലെ പ്രധാന വിഷയം എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇവർ ഈ പൂക്കളം ഇത്രയും പൂർത്തിയാകുന്നവരെ ഇവർ വെയിറ്റ് ചെയ്തു? ഇതിപ്പോൾ പെട്ടെന്ന് ഒരു മിനിറ്റ് കൊണ്ട് ചെയ്യുന്ന ഒരു പൂക്കളമല്ല. ആ പൂക്കളം കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു ഏതാനും മണിക്കൂറുകളോളം തന്നെ, ഒരുപക്ഷെ നേരം വെളുക്കുന്നവരെ തന്നെ അവർ ഇരുന്നിട്ട് അത് ചെയ്ത ഒരു പൂക്കളമായിട്ടാണ് അത് കാണാൻ പറ്റുന്നത്. അത്രയും റിസ്ക് എടുത്ത് ചെയ്തതാണ്. അപ്പോൾ അതിൽ ഓപ്പറേഷൻ സിന്ദൂർ എഴുതിയതല്ല പ്രശ്നം എന്നുണ്ടെങ്കിൽ ഈ പൂക്കളം ഇടാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ എന്തുകൊണ്ട് ഇവർ അതിന് പരാതിപ്പെട്ടില്ല? ഈ ഇതിനെ തടയാനൊന്നും പോലീസിലൊന്നും പോയില്ല. അപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ദൂർ തന്നെയാണ് അതിൻ്റെ പ്രധാന കാരണം. ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്ന ആ ഒരു സംഭവം വേവലാതിപ്പെടുത്തുന്നത് പാകിസ്ഥാൻ അനുകൂലികളെ തന്നെയാണ്. ഈ പാകിസ്ഥാൻ അനുകൂലികളെ വേവലാതിപ്പെടുത്തുന്ന അല്ലെങ്കിൽ അവർക്ക് മനോവിഷമം ഉണ്ടാക്കുന്ന, അവരെ പേടിപ്പിക്കുന്ന ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്ന ആ ഒരു പേര് ഈ CPM-നും കോൺഗ്രസിനും പേടിയാകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവരുടെ രാജ്യസ്നേഹം തീർച്ചയായിട്ടും ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്.